അബദ്ധത്തിന്റെ പ്രകടനം എന്ന് പറഞ്ഞത് സംസാരത്തിലാണ്. തക്കം കിട്ടിയാൽ കുത്തുവാക്ക് പറയരുതേ. ഒരു വിഷയം സംഭവിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു കൊടുക്കാം, സംഭവിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാവണം. പ്രതിസന്ധിയിൽ ഏറ്റെടുക്കാൻ കഴിയുന്നവനാണ് സ്നേഹമുള്ളവൻ. പ്രതിസന്ധിയിൽ ആരെയും കൈയൊഴിയാൻ പാടില്ല. ഒരു കൂട്ടുകാരപ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ്റെ കൂടെ നിൽക്കാൻ കഴിയണം. ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് നമ്മൾ കൂടെ നിൽക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു കുട്ടിനെ വിളിച്ചിട്ട് നമ്മൾ ചെറിയൊരു മോനെ വിളിച്ചിട്ട്, മോനെ അനക്ക് ഉമ്മാനെ ഉപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനോടാ നല്ല ഇഷ്ടം എന്നാ പറയാ സാധാരണ മിക്കവാറും കുട്ടികൾ. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത് ഉമ്മയാണ് എന്നതാണ് അതിൻ്റെ കാരണം. അതായത് ഒരു കുട്ടി മൂത്രമൊഴിച്ചു വാപ്പാൻ്റെ അടുത്ത് നിന്ന്, വാപ്പ അങ്ങനെ കുട്ടീനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടിയാണ് മൂത്രമൊഴിച്ചാൽ കുട്ടി ഉമ്മ എന്ത് ചെയ്യും, വാപ്പ എന്ത് ചെയ്യും, വേഗം പെണ്ണ് ഏടി ഇവിടെ വന്ന ഇത് കൊണ്ടേക്കാറേ. സംഭവം ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രതിസന്ധി നിക്കറിൽ കൂടെ മൂത്രം പോണതാണ്. ആ സമയത്ത് വാപ്പ കൈയൊഴിഞ്ഞു, ഉമ്മ ഏറ്റെടുത്തു. പ്രതിസന്ധി ഘട്ടത്തിൽ ആരെയും കൈയൊഴിയാൻ പാടില്ല. നേരത്തെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇന്ന് പുതിയ അയില കിട്ടിയതാണ്, ഇപ്പ് കുറച്ചിട്ടാൽ മതി ഇട്ടോ എന്ന് പറയണതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഇട്ടപ്പോൾ ഇപ്പ് രേഷൻ ഏറിയാലേ പിന്നെ സാരല്ല, ഞമ്മക്കതിക്ക് ചെറുനാരങ്ങ ഒരു മുറി പീഞ്ഞാൽ മതി എന്നാണ് പിന്നെ പറയണ്ടത്. എന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടില്ല ഇപ്പം പറയരുത് എന്നുള്ള വർത്തമാനത്തിനൊരു സ്ഥാനവുമില്ല. പ്രതിസന്ധിയിൽ ആരെയും കൈയൊഴിയാൻ പാടില്ല, ഒരു മനുഷ്യനും കൈയൊഴിയാൻ പാടില്ല. പ്രതിസന്ധിയിൽ ഏറ്റെടുക്കാൻ കഴിയണം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഓൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റണം. അല്ല ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പെന്നാൽ അതിനെന്താ വേണ്ടത് വെച്ചാൽ ഞാൻ തരാമെന്ന് പറയാൻ പറ്റണം. അതാണ് കൂട്ടുകാരൻ. ഒരാളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റണമെങ്കിൽ അല്ല ഉണ്ടായി എന്ന് ഉറപ്പായാൽ എന്നാൽ അതിനെന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ പറ്റണം. അല്ലാതെ പ്രതിസന്ധിയിൽ ആരെയും കൈയൊഴരുത്. ഭാര്യ ഭർത്താവിനെയും കൈയൊഴരുത്, ഭർത്താവ് ഭാര്യയെയും കൈയൊഴരുത്. പ്രതിസന്ധിയിൽ ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. ഇതൊക്കെ വർത്താനത്തിലാണുള്ളത്. ആണുങ്ങളുടെ വർത്താനം ക്ലിയർ ആകുക എന്നുള്ളത് പ്രധാനമാണ്. വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെ അരമണിക്കൂർ സമയം ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കണം. വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ. കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. പ്രതിസന്ധിയിൽ ഏറ്റെടുക്കണം. സ്നേഹം പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലാതെ മനസ്സിലാവില്ല. സ്നേഹം എനിക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. അതെന്താ പോക്കാണ് കണ്ടാൽ മനസ്സിലാവൂലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ബാക്കി ഇജ്ജും കണ്ടാൽ മനസ്സിലാക്കേണ്ടി വരും. നേരങ്ങത്തിൽ തിന്നാൻ കിട്ടൂല, കണ്ടു മനസ്സിലാക്കേണ്ടി വരും.